ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കിഡ്സ് കളക്ഷനാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കിഡ്സ് കളക്ഷൻ്റെ ഫ്രോക്കിൻ്റെ കളക്ഷൻ ചെയ്തിരുന്നു. ഈ ആഴ്ച കിഡ്സ് കളക്ഷനാണ്. ഒരുപാട് നീട്ടുന്നില്ല, ലാഗ് ചെയ്യിക്കാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഡ്രസ്സിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് പറയുന്നത്. വീഡിയോയുടെ ഇടയിൽ കുറച്ച് ഇൻഫോർമേഷൻ തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം വരുന്ന ഫ്രോക്കിൻ്റെ പാറ്റേൺ ഇതാണ്. ഇതൊരു അക്കോബ ഡിസൈനാണ്. വലിയ ഡോട്ട് പോലെ വരുന്ന അക്കോബ ഡിസൈനാണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും സെയിം ആണ് വരുന്നത്. പിന്നെ ചെസ്റ്റിൻ്റെ പോർഷനിൽ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സൈഡിൽ വരുന്ന കൊച്ചുങ്ങൾക്ക് ടൈറ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയുള്ള ആ ഒരു വള്ളി ആ സെയിം ഫാബ്രിക് വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇത് യെല്ലോ ഷെയ്ഡാണ്. ഇതിൻ്റെ തന്നെ വേറെ 2 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സെക്കൻഡ് ഷെയ്ഡ് ഇങ്ങനെ ഒരു ബ്ലൂ ഷെയ്ഡാണ്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ വരുന്നത്. ഇതേപോലെ തന്നെ സെയിം പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ. 1, 2, 3 ഇയേഴ്സ് ഉള്ള ബേബി ഗേൾസിന് വേണ്ടിയുള്ള ഫ്രോക്കാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡും കൂടി ഉണ്ട്, അതും കൂടി കാണിക്കാവേ. പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഇതാണ് കേട്ടോ. കണ്ടോ, എല്ലാത്തിനും അതിനനുസരിച്ച് മാച്ചായിട്ടുള്ള ബട്ടണാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ റൗണ്ട് നെക്ക് വന്നിട്ട് ബാക്കിൽ സിബ് വന്നിട്ടുള്ള പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് കേട്ടോ. അടുത്ത പാറ്റേൺ വരുന്നത് ഇതേപോലെ ഒരു പാറ്റേൺ ആണ്. രണ്ടും കോട്ടൺ ഫ്രോക്കാണ് കേട്ടോ. ഇതിലും നമുക്ക് ഞാൻ ആദ്യം കാണിച്ച പോലത്തെ 3 ഷെയ്ഡ്സ് ആണ് അവൈലബിൾ. യെല്ലോയ്, പിങ്ക്, പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. അപ്പോൾ അതിലിങ്ങനെ താഴത്തെ പോർഷനിൽ ഇതേപോലെ ഡിസൈൻ പോലെ വന്നിട്ടുണ്ട്. ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ. നല്ല കോട്ടൺ, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. പിന്നെ ഈ സെൻറ്റർ പോർഷനിൽ മേളിൽ യോക്കിൻ്റെ പോർഷനിൽ ഒരു ബോ, നമ്മുടെ സാറ്റിൻ റിബൺ വെച്ചിട്ടുള്ള ഒരു ബോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ വള്ളിയും സാറ്റിൻ തന്നെ റിബൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. നെക്ക് പോർഷനിൽ ഒരു ലേസ് പോലെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അത് കൈ സ്ലീവ്സിൽ 2ലും ഉണ്ട്. പിന്നെ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെ സിബാണ് കൊടുത്തേക്കുന്നത്. താഴെ ഇതേപോലെ തന്നെ സെയിം തന്നെ, ഫ്രണ്ടിൽ മാത്രമാണ് അങ്ങനെ ഒരു വർക്ക്. ബാക്ക് പോർഷൻ ഇതേപോലെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ 3 ഷെയ്ഡ്സാണ്. ഇത് ഫസ്റ്റ് ഷെയ്ഡ്. സെക്കൻഡ് ഷെയ്ഡ് ഏതാണെന്ന് കാണിക്കാവേ. ഈ ഡ്രസ്സിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ്. ലെമൺ യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സ്പെസിഫിക്കേഷനൊക്കെ തന്നെയാണ് ഡീറ്റെയിലിങ് വന്നേക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ ഡ്രസ്സുകളാകുമ്പോൾ കുട്ടികൾക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ കുട്ടികൾക്ക് ഇടാതെ കുറച്ച് ലൂസ് ടൈപ്പായിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത കളർ ഏതാണെന്ന് നോക്കാം. അടുത്ത ഷെയ്ഡ് ഇതേപോലെ പിങ്ക് ഷെയ്ഡാണ്. അത് സെയിം തന്നെ. കണ്ടതിൽ താഴത്തെ വർക്ക് വന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ബാക്ക് സൈഡിൽ ഇതേപോലെയാണ് കേട്ടോ. ഫ്രണ്ട് ഇങ്ങനത്തെ ഡിസൈനും ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ്. ഫ്രണ്ടിൽ മാത്രം ബോർഡർ പോലെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാട്ടോ കാണാൻ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 പ്രാവശ്യം കൊണ്ടുവന്ന കോട്ടൺ ഡ്രസ്സുകളാണ്. കൂടുതലും കോട്ടൺ ആണ്. എനിക്ക് എൻ്റെ പേഴ്സണലി ഒരു ഒപ്പീനിയനിൽ എനിക്ക് കോട്ടൺ ഫ്രോക്കാണ് കുട്ടികൾക്ക് ഇടുന്നത് ഏറ്റവും ഇഷ്ടം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഫ്രോക്കിൻ്റെ ഭംഗി മാത്രമല്ല, ക്ലോത്ത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കുട്ടികൾക്ക്. കാര്യം നമുക്ക് വായുസഞ്ചാരവും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും നല്ലത് കോട്ടൺ ഫ്രോക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കോട്ടൺ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, നല്ലതാണ്. അങ്ങനെയുള്ള ഡ്രസ്സും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരുപാട് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ കോട്ടൺ ആണ് എപ്പോഴും കുട്ടികൾക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ഡ്രസ്സിൻ്റെ പ്രൈസ് പറയാം. ആദ്യം കാണിച്ചത് ഇതായിരുന്നില്ലേ. ആദ്യം കാണിച്ച ഈ ഡ്രസ്സില്ലേ, ഈ യെല്ലോ ഷെയ്ഡിലെ ഈ ഡ്രസ്സിൻ്റെ, അതായത് ഒരു അക്കോബ ഡിസൈനാണ് കേട്ടോ വരുന്നത്. വലിയ ഡോട്ടാണ്. അപ്പോൾ അടിയിലും യെല്ലോ തന്നെയാണ് ലൈനിങ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 330 ആണ്, അതായത് 330. അതേപോലെ തന്നെ അടുത്ത ഫ്രോക്ക്, ഇതും കോട്ടൺ ആണ്. പക്ഷേ ഇതിന് അടിയിൽ അവർ ലൈനിങ് വൈറ്റ് ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 380 ആണ്. കുറച്ച് ഈ ബോയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു 30 അല്ല 50 റുപ്പീസിന് ഡിഫറൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ 2 ഫ്രോക്കിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ കോട്ടൺ കൂടുതൽ ചൂസ് ചെയ്യാൻ കുട്ടികൾക്ക് ശ്രദ്ധിക്കുക. അതേപോലെ അതിന് ഒരുപാട് ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകളൊന്നും കുട്ടികളെ ഇടിപ്പിക്കാതിരിക്കുക. അതൊക്കെയാണ് കുട്ടികൾ കൂടുതൽ കംഫർട്ടബിളായിട്ടിരിക്കാൻ വേണ്ടിയുള്ള ഇൻഫോർമേഷൻ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒപ്പീനിയനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.